കസ്റ്റമൈസ്ഡ് വീഡിയോസ് അഥവാ പെയ്ഡ് വീഡിയോസിന് ഇൻട്രസ്റ്റ് ഉള്ളവർ ജസ്റ്റ് ഇൻസ്റ്റാഗ്രാം പേജിലോ ഫേസ്ബുക്ക് പേജിലോ മെസ്സേജ് ചെയ്യുക. ലിങ്ക് ഐഡിയറ്റ് സിബ്ലിങ്സ് എന്റെ ചാനൽ പേജസിൽ വേണം അത് മെസ്സേജ് ചെയ്യാനായിട്ട്. ഫേസ്ബുക്കിലും അവൈലബിൾ ആണ്, ഇൻസ്റ്റാഗ്രാമിലും അവൈലബിൾ ആണ്. ഇതിൽ രണ്ടിലും ഏതിലെങ്കിലും മെസ്സേജ് ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുവഴി ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് അക്കൗണ്ടിൽ കയറി മെസ്സേജ് അയക്കുക. കസ്റ്റമൈസ്ഡ് വീഡിയോസ് എല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിന് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഇതുപോലെ കോമഡി വീഡിയോസ് ഒന്നും ആയിരിക്കത്തില്ല. നല്ല സ്ട്രിക്റ്റ് പണിഷ്മെന്റ് വീഡിയോസ് മാത്രമേ നമ്മൾ കസ്റ്റമൈസ്ഡ് ആയിട്ട് കൊടുക്കാറുള്ളൂ. ഹാർഡ് ക്യാനിങ് വീഡിയോസ് ഒക്കെ ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുക. ഇത് പുതിയ യൂണിഫോം ആണ്, പുതിയ ബാഗ്. നിങ്ങൾ പറഞ്ഞിട്ട് യൂണിഫോം ഒക്കെ തച്ചു, സാരി ഒക്കെ വാങ്ങിച്ചു, പക്ഷെ ബ്ലൗസ് കിട്ടിയില്ല. തയ്ക്കാൻ കൊടുത്തിട്ടുണ്ട്, എനിക്കും കൊടുത്തിട്ടുണ്ട് തയ്ക്കാൻ. ജന്നത്ത് ടീച്ചറിന് കൊടുത്തിട്ടുണ്ട്, രഹന ടീച്ചറിനെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് കിട്ടുമ്പോ ഇതിന്റെ കറക്റ്റ് കളറൊക്കെ തയ്ക്കാൻ കൊടുത്തു കേട്ടോ. അപ്പൊ അത് കിട്ടുമ്പോ നമ്മൾ അതില്ല. അതുവരെ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ചുരിദാറിലാണ് ഞാൻ സാരി ചുറ്റിയിരിക്കുന്നത്. അപ്പോഴ് കസ്റ്റമൈസ്ഡ് വീഡിയോസ് അഥവാ പെയ്ഡ് വീഡിയോസ് ഉള്ളവര് ജസ്റ്റ് അങ്ങനെ നമ്മളെ സമീപിക്കേണ്ടതാണ്. പിന്നെ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഇന്ന് മലയാളം ടീച്ചറാണ്. ഒരിക്കലും മലയാളം തലയിൽ കയറാത്ത ഒരു കുട്ടിയെ പഠിപ്പിക്കുന്ന ഒരു മലയാളം ടീച്ചർ. പേരെന്താ? അതുപോലെ ടെസ്റ്റ് പേപ്പർ ടീച്ചറിന്റെ പേരെന്താ? രഞ്ജിനി ടീച്ചർ. എന്ത് രഞ്ജിനി? അത് ഹിന്ദി ടീച്ചറാണ്. അങ്ങനെ ഉണ്ടായിരുന്നു. എന്റെ ഹിന്ദി ടീച്ചറായിരുന്നു പ്രീതി ടീച്ചർ. പ്രീതി ടീച്ചർ. പ്രീതി ടീച്ചർ. എനിക്ക് മാത്സ് ടീച്ചർ ഉണ്ടായിരുന്നു. എന്റെ പ്രീതി ടീച്ചർ അപ്പോഴും ഉണ്ട്, ഉണ്ടായിരുന്നല്ലേ എപ്പോഴും ഉള്ളത്. അപ്പോഴ് നമ്മൾ ആ വീഡിയോ ആണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. അപ്പോ നല്ല ഹാർഡ് ക്യാനിങ് ആണ്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഗുഡ് മോർണിംഗ് സിഡൗൺ. എല്ലാരും ഇന്ന് വന്നിട്ടുണ്ടോ? ജന്നത്ത് വന്നില്ലേ ഇന്ന്? എന്ത് പറ്റിയൊന്നും ഒന്നും കണ്ടില്ലല്ലോ. ഇന്ന് ടെസ്റ്റ് പേപ്പർ അല്ല. കറക്റ്റ് 9 മണിക്ക് ഞാൻ ടെസ്റ്റ് പേപ്പർ ഇടുമെന്ന് പറഞ്ഞ് എല്ലാരും റെഡി ആയിട്ടിരുന്നോളൂ. ഇന്ന് നോട്ടിലല്ല ടെസ്റ്റ് പേപ്പർ ഇടുന്നത്, ഇന്ന് ബോർഡിലാണ് നിങ്ങൾ വന്ന് എഴുതേണ്ടത്. നിങ്ങളുടെ കോപ്പി അടിയൊക്കെ ഏകദേശം ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്താണോ താമസിച്ച ടീച്ചർ? അച്ഛൻ കൊണ്ടാക്കിയിട്ട് വന്നപ്പോ താമസിച്ച. അച്ഛൻ കൊണ്ടാക്കാൻ താമസിച്ചത് ഞാൻ കുളിച്ചിറങ്ങിയപ്പോ താമസിച്ചു. നേരത്തെ എണീക്കണമായിരുന്നു കേട്ടോ. ടീച്ചർ ബാഗ് ഊരി വെച്ചിട്ട് കൊണ്ടുപോയി ബാഗ്. താങ്ക് യു ടീച്ചർ. ഞാൻ തന്റെ അടുത്ത് എത്ര നാളായിട്ട് പറയുന്നുണ്ടോ ലേറ്റ് ആയി വരത്തില്ലേ. താഴെ വെക്കണോ? ടേബിൾ എടുത്ത് താഴെ വരില്ലേ? എന്റെ ബാഗ് എന്താ മഴയിലേ ഇരിക്കുക? ഇങ്ങോട്ടിരിക്കണോ? തന്റെ അടുത്ത് പല തവണ ഞാൻ പറഞ്ഞിട്ടുണ്ടോ നേരത്തെ വരണം, 9 മണിക്കാണ് ബെല്ലടിക്കുന്നത്, നേരത്തെ രാവിലെ എണീച്ചതാണ്. പക്ഷെ ഉറങ്ങിപ്പോയി. കുളിച്ചപ്പം തന്റെ അടുത്ത് പല തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി താമസിക്കരുത്. ഇന്ന് ടെസ്റ്റ് പേപ്പറാണ്. ഞാൻ പറയുന്നത് എഴുതാം. ജനതന്നെ ആദ്യം വന്നു. ഓരോ തെറ്റും 2 അടി വെച്ചുണ്ട്. ഖണ്ഡകാവ്യം. ഖണ്ഡകാവ്യം. ഘട്ടബൊമ്മയൊക്കെ എഴുതാൻ പറഞ്ഞത്. ഖണ്ഡകാവ്യം. ഘട്ടകാവ്യം. ആര് ഘട്ടെന്ന്? ആരല്ലോ ഘട്ടത്? കണ്ണോട് അടിച്ചിട്ട് ഖണ്ഡകാവ്യം എങ്ങനെയാണ് എഴുതുന്നതെന്ന് ഞാൻ കാണിച്ചത്. ടീച്ചർ ഖണ്ഡകാവ്യോ? ഇതിവിടെ എഴുതിട്ടത് തെറ്റാണല്ലോ. ഇത് ഞാൻ ഇങ്ങനെ ഇട്ടതാ. ഇപ്പൊ ഇങ്ങനെ കണ്ടോ? ഖണ്ഡ ഗ നായുടെ പകുതി ഇണ്ടയുടെ ഇത് കാവ്യം, അല്ലാതെ ഘട്ട കാവ്യമല്ല. ഇത്ര വലുതായില്ലേടോ. എന്നിട്ട് തനിക്കിതൊന്നും അറിയില്ലേ? അതിർത്തി മുടി ഇങ്ങനെ ഇട്ടിട്ട് വരുന്ന നീ എത്ര തവണ ടീച്ചർ റിബൺ കിട്ടിയില്ല. അവളങ്ങ് രാവിലെ കെട്ടി ഒരുങ്ങി വന്നോളൂ. ഒന്നും പഠിക്കില്ല. ആരെ കാണാനാണോ വരുന്നേ? ആരെ കാണാനാ വരുന്നേ? ഇങ്ങനെ ഇത്ര ഒരുങ്ങി, ഇനി മേലെ ഇത്ര ഒരുങ്ങി വരുന്ന കാണരുത്. മനസ്സിലായോ? മുടിയൊക്കെ അങ്ങോട്ട് നീട്ടിയിട്ട് ഇവിടെ ഒരാൾ മുടി നീട്ടിയിട്ടാ മതി. ടീച്ചർ ഓടിക്കണോ? അടുത്തത് കുഞ്ചൻ നമ്പ്യാർ. കുഞ്ചൻ നമ്പ്യാർ. എന്താണോ ചിരിക്കുന്നേ? ചിരിക്കാൻ പറഞ്ഞു. പൂച്ചൻ തല്ലിട്ട് ചിരിക്കണമെന്ന് ഞാൻ പറഞ്ഞില്ലേ? ചിരിക്കണമെന്ന് പറഞ്ഞാലോ? കുഞ്ചൻ നമ്പ്യാർ എഴുതി നോക്കൂ.
കുഞ്ചൻ നമ്പ്യാർ എഴുതാനുള്ളത് ഇങ്ങനെ എഴുതാനുള്ളത്. അതല്ലേ ഞാൻ എഴുതിയത് ടീച്ചർ. കുഞ്ചൻ നമ്പ്യാർ അതിനകത്ത് പേര് ദേശം ഉണ്ടാകും. എന്താടാ ചാക്കാണ്? കുഞ്ചൻ നമ്പ്യാർ. നെക്സ്റ്റ് കോടാലി. കോടാലി കേലാടി. കുട്ടി തന്നെ ചിരിക്കാൻ പറഞ്ഞോ? ഇതാണ് എത്ര ചിരി. ഇത് ചിരി 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 ചുമ്മാ ചിരിക്കുന്നതാണ് കേട്ടോ. ചുമ്മാ ചിരിക്കരുത്. കോടാലി അല്ലേ ചിരിക്കുന്നത്? ടീച്ചറിന്റെ കൊച്ചു നമ്പ്യാർ. നെക്സ്റ്റ് വാണിജ്യം. വാണിജ്യം അങ്ങോട്ട് മാറുന്നില്ലല്ലോ. വാണിജ്യോ? മാണിക്കല്ലേ ടീച്ചർ? ചിരിക്കാൻ നോമ്പഴും ചിരിയാണ് വരുന്നല്ലേ. മാറും മാറുന്നത്. ടീച്ചർ ചൂട്. നെക്സ്റ്റ് പഴശ്ശി രാജ. പഴമല്ല, പഴശ്ശി രാജ. പഴശ്ശി രാജ. തന്നോട് ഞാൻ ചിരിക്കാനെന്ന് പറഞ്ഞ പഴശ്രീരാമനെന്ന്. പഴശ്ശി രാജ. ഈ കുട്ടിയെ ഞാൻ എന്ത് ചെയ്യുമെന്നാണ് ആലോചിക്കുന്നത്. കേട്ടോ കുട്ടി? ടീച്ചർ ഞാൻ കാറ്റിൽ എഴുതിക്കണം. ഇങ്ങനെയാണ് നീ എഴുതിയ. പഴം ശ്രീരാജ്. കൂടുതൽ കോമഡി വേണ്ട. എന്റെ ക്ലാസ്സിൽ ആരും കോമഡി അടിക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. മനസ്സിലായോ? നീയൊക്കെ കെട്ടിയൊരുങ്ങി രാവിലെ ആരെ കാണാൻ വരുന്നേ? കെട്ടിയൊരുങ്ങി ഇപ്പൊ എന്ത് ചിരി വരുന്നില്ലേ? ഇല്ല ടീച്ചർ. പോയി. നമ്പർ 6. 6 എവിടെയാ? വജ്രം. വർജം. വർജം. ചിരിക്കാൻ പറഞ്ഞു. ചിരിക്കാൻ സ്ത്രീകൾ. മുടി നിന്നോട് പറഞ്ഞു. ഇതുകൊണ്ടോ? വജ്രം. ചാക്കാണത് ഇപ്പോഴും. വജ്രം. നെക്സ്റ്റ് കല്യാണരാമൻ. ആ സിനിമയല്ലേ ടീച്ചർ? കല്യാണരാമൻ. സിനിമയൊക്കെ കാണാറുണ്ട്. സിനിമയൊക്കെ കാണാറുണ്ട്. കല്യാണരാമൻ സിനിമയല്ലേ പോലും. ഓ കല്യാണ. ചിരിക്കലെന്ന് പറഞ്ഞാലോ? ചിരിക്കലെന്ന് പറഞ്ഞോ? കല്യാണ രാമൻ. കല്യാണ രാമായണൻ. കല്യാണ രാമൻ. കല്യാണ രാമൻ. ഇനി വാ. കല്യാണ കല്യാണ രാമൻ. മാറിക്കടോ. ഞാൻ എഴുതിയത് ഇതാണോ കല്യാണ രാമൻ? ചിരിക്കലെന്ന് എന്നോട് പറഞ്ഞില്ലല്ലോ. അല്ല ചിരിയുടെ നേരൊക്കെ പൊട്ടിക്കിടക്കുവാണോ? ഇങ്ങനെ ചിരിക്കാൻ. ഇങ്ങനെ ചിരിക്കരുത്. എന്റെ ക്ലാസ്സിൽ ചിരിക്കരുത്.
മുടി എന്തിനാടോ ഇങ്ങനെ ഇട്ടിരിക്കുന്നത്? ഈ മുടി എന്തിനാ ഇങ്ങനെ ഇരിക്കുന്നത്? തെക്കിടോ തെക്കിടോ തെക്കിടോ. ഇങ്ങനെയാണോ വെക്കുന്നത്? എത്ര അടിച്ചോണ്ട് ശരിയാവും. നീ ഇങ്ങനെ ഇട്ടൊരു മുടി ഇട്ടൊരു ചിരിക്കോ? നീ ചിരിക്കോ? ചിരിക്കോടോ? എനിക്കടോ ചിരിക്കോടോ? അപ്പൊ നാളെ ഇതെല്ലാം പഠിച്ചിട്ട് വേണം നാളെ വീണ്ടും ടെസ്റ്റ് പേപ്പറാണ്. മനസ്സിലായോ? വായിച്ചത് ഖണ്ഡകാവ്യം വർജം ഖണ്ഡകാവ്യം വർജം വജ്രം വജ്രം ഖണ്ഡകാവ്യം കോലാടി കോല കുച്ചി കോടാടി എന്താ നമ്പ്യ ഇത് വായിക്കും. കോലാടി കോടാലി കോടാലി ചിരിക്കരുത് കോടാലി. അടുത്ത നെക്സ്റ്റ് വായിച്ചേ. ഇത് വാണിക്യം വാണിജ്യം വാണിജ്യം. നെക്സ്റ്റ് പഴം ശ്രീ വായിക്കാനുണ്ട്. പഴശ്ശി രാജ പഴശ്ശി രാജ. നെക്സ്റ്റ് നെക്സ്റ്റ് കല്യാണരാമൻ കറക്റ്റ്. ഇത് വർജം വജ്രം. വർജം ഇത് നാളെ ടെസ്റ്റ് പേപ്പറാണ് പഠിച്ചിട്ട് വരും. അല്ലെങ്കിൽ നിന്റെ തനി സ്വഭാവം നീ അറിയും. ഓക്കെ താങ്ക് യു മാം. താങ്ക് യു. ഓ ഗൈസ് നോക്കൂ ഗൈസ് നല്ല അടിയായിരുന്നു ഇന്ന്. പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ കസ്റ്റമൈസ്ഡ് വീഡിയോസ് അഥവാ പെയ്ഡ് വീഡിയോസിന്റെ കാര്യമാണ്. കസ്റ്റമൈസേഷൻസ് വീഡിയോയിൽ ചെയ്യാൻ താല്പര്യപ്പെടുന്നവർ നിങ്ങളുടെ ടീംസിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ പണിഷ്മെന്റ് എക്സ്ട്രീം ലെവലിൽ ചെയ്തു തരുന്നതായിരിക്കും. അപ്പൊ അതിന് താല്പര്യമുള്ളവർ നമ്മുടെ പെയ്ഡ് വീഡിയോ അഥവാ കസ്റ്റമൈസ്ഡ് വീഡിയോ വാങ്ങിച്ചുകൊണ്ട് പോകുന്നവരെല്ലാം ഹാപ്പി ആയിട്ട് തന്നെയാണ് പോകുന്നത്. അവര് ചോദിക്കുന്നതിനേക്കാളും ഒരുപടി മുന്നേ നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പെയ്ഡ് വീഡിയോസ് ഒരുപാട് വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ വീണ്ടും പെയ്ഡ് വീഡിയോസ് അഥവാ കസ്റ്റമൈസ്ഡ് വീഡിയോക്ക് വേണ്ടി മെസ്സേജ് ചെയ്യുക. എല്ലാ ടൈപ്പ് യൂണിഫോംസ് ഉണ്ട്, നമ്മൾ ഓരോന്നായിട്ട് ഇടുന്നതായിരിക്കും. പിന്നെ പറയാനുള്ളത് നിങ്ങൾ പറയുന്ന രീതിയിലുള്ള തീംസ് നമ്മൾ ഏതെങ്കിലും ഒരു വീഡിയോ നിങ്ങൾക്ക് ഇപ്പൊ ഒരു ഞാനും വീഡിയോ ആണ് വേണ്ടതെന്ന് അത് നമ്മുടെ അടുത്തുണ്ട്. നിങ്ങൾക്ക് ഇന്ന തീം ചെയ്യണമെന്ന് മാത്രമല്ല ഓഫീസ് ടീം ഉണ്ട്. ഓഫീസിലെ സ്റ്റാഫ് ഒരു അതെല്ലാം നമ്മൾ ഓരോന്നായിട്ട് ചെയ്യും. പിന്നെ മദ്രസ ക്യാനുകൾ ചെയ്യുന്നുണ്ട്. പിന്നെ കോളേജിലെ കുറെ ടീംസ് ഒക്കെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. പെയ്ഡ് വീഡിയോസിലെല്ലാം അവൈലബിൾ ആണ്. നിങ്ങൾ ജസ്റ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനെ കുറിച്ചൊക്കെ സംസാരിക്കാം. അപ്പൊ കസ്റ്റമൈസ്ഡ് വീഡിയോസ് തരാൻ താല്പര്യമുള്ളവർ ഇൻസ്റ്റാഗ്രാം പേജിലോ ഫേസ്ബുക്ക് പേജിലോ വന്ന് മെസ്സേജ് ഇടേണ്ടതാണ്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. പിന്നെ ഒരുപാട് പേര് വീഡിയോക്ക് സബ്ടൈറ്റിൽസ് ചോദിക്കുന്നുണ്ട്. നമുക്ക് സബ്ടൈറ്റിൽസ് ആഡില് നല്ല പണിയുള്ള കാര്യമാണ്. പിന്നെ നിങ്ങളെ ജസ്റ്റ് ക്യാനിങ് കാണാൻ ഇഷ്ടമുള്ളവരാകുന്നുണ്ട് നിങ്ങളെ ജസ്റ്റ് കണ്ട് മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു. പിന്നെ യൂട്യൂബിൽ സബ്ടൈറ്റിൽസ് ഓപ്ഷൻ എങ്ങനെയാണ് ഓൺ ചെയ്യുന്നതെന്ന് അറിയത്തില്ല. അത് നമ്മൾ എങ്ങനെയെങ്കിലും പഠിക്കാം. എനിക്ക് തോന്നുന്നു മോണിറ്റൈസേഷൻ പ്രോഗ്രാം കഴിഞ്ഞാൽ അത് വരുമെന്നാണ് തോന്നുന്നത്. ഞാൻ ഇനി ആഡ് ചെയ്യണമെങ്കിൽ തന്നെ ഞാൻ തന്നെ എഴുതിയിടലേ നടക്കുള്ളൂ. അതുകൊണ്ടാണ് ഒരുപാട് സമയം എടുക്കുന്നുണ്ട്. അപ്പോഴ് നമ്മള് മാക്സിമം നിങ്ങൾക്ക് ബെസ്റ്റ് വീഡിയോസ് പ്രൊവൈഡ് ചെയ്യാൻ തന്നെ നോക്കാം. ട്യൂഷൻ ക്ലാസ് ഇപ്പൊ ഒരുപാട് വരുന്നുണ്ട്. നമ്മൾ ഇടയ്ക്ക് വെച്ച് ഞാൻ ഹോസ്പിറ്റലിലൊക്കെ ആയപ്പോൾ നിർത്തിയതായിരുന്നു. ഇപ്പൊ ട്യൂഷൻ ക്ലാസ് ഓൺലൈൻ ട്യൂഷൻ ക്ലാസ് സെഷൻ മാത്രം ഇപ്പൊ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നമ്മള് വീഡിയോ കോൾ സെഷൻസ് ഒന്നും എടുക്കാറില്ല, എടുത്തിട്ടുമില്ല. അപ്പോ ചാറ്റിംഗ് സെഷൻസ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് അന്ന് മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്യാവുന്നതാണ്. 1 hour ക്ലാസ് ഒക്കെ ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. പണിഷ്മെന്റ് നൽകുന്നതാണ്. അതിന് പണിഷ്മെന്റ് കിട്ടും. അതിനെ കുറിച്ചൊക്കെ നമുക്ക് വരുമ്പോൾ സംസാരിക്കാം. അപ്പൊ വീഡിയോ